സ്നേഹം നിറഞ്ഞ എല്ലാ സുഹൃത്തുക്കൾക്കും ഇന്നത്തെ പുതിയ കഥയിലേക്ക് ഹാർദവമായ സ്വാഗതം. കഥ ആരംഭിക്കാം. ഞാൻ റിയാസ്. ഈ കഥയിലെ നായികയാണ് നിസ. എന്റെ മാമായുടെ മകളാണ്. എന്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നിസയുടെയും വീട്. കെട്ടിയവൻ സത്താർക്ക ഗൾഫിലാണ്. മക്കളൊന്നും ഇതുവരെ ആയിട്ടില്ല. വീട്ടിൽ നിസയും അവളുടെ അമ്മായിയമ്മയും മാത്രമാണ് താമസം. അമ്മായിയപ്പൻ നേരത്തെ മരിച്ചുപോയി. അവർക്ക് സത്താർക്ക അല്ലാതെ വേറെ ഒരു മകൾ കൂടിയുണ്ട്. കല്യാണം കഴിഞ്ഞപ്പോൾ ഗർഭിണിയാണ്. അതിനായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. മാമിക്ക് അങ്ങോട്ട് പോകണം. ഞാൻ നിസാത്തായുടെ അമ്മായിയമ്മയെ മാമി എന്നാണ് വിളിക്കുന്നത്. മാമിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടത് കൊണ്ട് നിസാത്തായ്ക്ക് ഞാനാണ് രാത്രിയിൽ കൂട്ടുകിടക്കുന്നത്. ഞാനും ഇത്താത്തയും നല്ല കൂട്ടുകാരായിരുന്നു. എന്റെ കോളേജ് ലൈഫും പ്രണയവും എല്ലാം ഞാൻ ഇത്തയോട് പറയാറുണ്ട്. അങ്ങനെ മാമി പോയ അന്ന് രാത്രി ഒരു 7 മണിക്ക് ഞാൻ അവളുടെ വീട്ടിലേക്ക് ചെന്നു. ഇത്ത വന്ന് കതവ് തുറന്നു. ഞാനും ഇത്തയും കുറച്ചു നേരം ഇരുന്ന് TV കണ്ടു. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനിരുന്നു. അപ്പോൾ ഇത്തായിക്ക് ഒരു കോള് വന്നു. സത്താർക്ക ആയിരുന്നു അത്. ഭക്ഷണം കഴിക്കുകയാണ്, അത് കഴിഞ്ഞ് വിളിക്കാം എന്ന് പറഞ്ഞ് ഇത്ത ഫോൺ കട്ട് ചെയ്തു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു ഞാൻ പിന്നെയും വന്നിരുന്ന് TV കാണാൻ തുടങ്ങി. ഇത്തയാണെങ്കിൽ പാത്രം കഴുകാൻ അടുക്കളയിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞു വന്ന് എന്നോട് ചോദിച്ചു, കിടക്കുന്നില്ലേ എന്ന് ചോദിച്ചു. ഇല്ലിത്ത, ഇന്ന് ഫുട്ബോൾ മാച്ച് ഉണ്ട് രാത്രി 12 മണിക്ക്. അത് കഴിഞ്ഞേ കിടക്കുന്നുള്ളൂ. എനിക്കൊരു പുതപ്പൻ തലയണയും തന്നാൽ മതി, ഞാൻ ഇവിടെങ്ങാനും കിടന്നോളാം. ഇത്ത പോയി ഒരു പുതപ്പൻ തലയണയും എടുത്തുകൊണ്ട് വന്നു. നീ അവിടെ ഇരുന്ന് TV കണ്ടു, ഞാൻ കിടക്കാൻ പോവുകയാണ് എന്നും പറഞ്ഞ് ഇത്ത പോയി. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് TV കണ്ടു. രാത്രി 1 മണിയായി കാണും ഞാൻ കിടന്നപ്പോൾ. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു. പിറ്റേന്ന് കാലത്ത് ഇത്ത വന്ന് എന്നെ തട്ടി വിളിച്ചു. എന്നോട് പറഞ്ഞു, ഷംന പ്രസവിച്ചു, ആൺകുട്ടിയാണ്, നമുക്ക് വേഗം പോണം, നീ വേഗം എണീക്ക് എന്ന് പറഞ്ഞു. ഞാൻ വേഗം എണീറ്റ് പോയി ഡ്രസ്സ് മാറി വന്നു. ഇത്തായം കൂട്ടി ബൈക്ക് എടുത്ത് വേഗം ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ എത്തി കുറെ നേരം കുട്ടികളെയും കണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ വകയിലുള്ള ഒരു അമ്മായി കുട്ടിയെ കാണാൻ വന്നു. അവർ വന്ന് കുട്ടിയെ കണ്ട് സംസാരിച്ചിരിക്കുന്നതിന്റെ ഇടയിൽ ഇത്തായോട് ചോദിച്ചു, എന്താ നിസ, അനക്കിതൊന്നും വേണ്ടേ? കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 3-4 കൊല്ലം ആയല്ലോ. ഇപ്പൊ ആർക്കാ കേട്, അനക്കോ അതോ എന്റെ കെട്ടിയോനോ? ഇത് കേട്ടപ്പോൾ ഇത്തായിക്ക് വലിയ സങ്കടമായി. അവർ പെട്ടെന്ന് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പോൾ മാമി എന്നോട് പറഞ്ഞു, റിയാസെ, അവളെവിടെ പോയത്? നീ പോയി നോക്കിയേ. ഞാൻ പോയി നോക്കിയപ്പോൾ ഇത്ത ഹാളിൽ നിന്ന് കരയുകയായിരുന്നു. ഞാൻ പോയി ഇത്തായോട് കരയണ്ട, അവരുടെ സ്വഭാവം അങ്ങനെയാണ്, അത് കാര്യമാക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ റൂമിൽ നിന്ന് ഭയങ്കര ബഹളം കേട്ടു. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ സത്താർക്കയുടെ ഉമ്മയും മറ്റേ അമ്മായിയും തമ്മിൽ നല്ല വഴക്കായിരുന്നു. എന്റെ മോളോട് അങ്ങനെ പറയാൻ നീ ആരാ? നീ എന്റെ വീട്ടിലെ കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് മാമി ആ സ്ത്രീക്ക് ഇട്ട് നല്ലോണം കൊടുത്തു. അത് കേട്ട് അവർ അവിടെ നിന്നും ദേഷിച്ചിറങ്ങിപ്പോയി. മാമി എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, നീ അവളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ. ഞാൻ പോയി ഇത്തയും കൂട്ടി വന്നു. അപ്പോഴും ഇത്ത കരയുകയായിരുന്നു. അപ്പോൾ മാമി പറഞ്ഞു, മോൾ എന്തിനാടി കരയുന്നേ? അവർ പറഞ്ഞൊന്നും നീ കാര്യമാക്കണ്ട, മോള് സമാധാനമായിട്ടിരിക്കുക എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ വന്നിട്ട് കുറച്ചു നേരം ആയില്ലേ, വീട്ടിൽ പോയിക്കോ, ഞാനുണ്ടല്ലോ ഇവിടെ. അങ്ങനെ ഞാൻ ഇത്തായം കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി. വണ്ടിയിൽ വരുമ്പോഴും ഇത്ത ഒന്നും മിണ്ടാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഇത്തയുടെ മൂഡ് മാറ്റാൻ വേണ്ടി ഞാനൊരു ഹോട്ടലിൽ വണ്ടി നിർത്തി. എനിക്ക് വിശക്കുന്നിത്ത, നമുക്ക് ഫുഡ് വല്ലതും കഴിക്കാം ഞാൻ പറഞ്ഞു. ഇത്ത ഒന്നും മിണ്ടാതെ ഇറങ്ങി എന്റെ കൂടെ വന്നു. ഞങ്ങൾ രണ്ടുപേരും ബിരിയാണി പറഞ്ഞു കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ അത് വിടിയുന്നിത്ത, അവര് വിവരമില്ലാത്ത എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് നിങ്ങൾ എന്തിനാ അത് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നേ? എനിക്ക് അവർ പറഞ്ഞതിനെ കുറിച്ച് ഓർത്തല്ലടാ റിയാസ വിഷമം. പിന്നെ വേറെ എന്താ നിങ്ങൾക്ക് വിഷമം? അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, നിസാത്ത പറഞ്ഞു. ആദ്യം പറഞ്ഞാലല്ലേ മനസ്സിലാവോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റൂ. നിങ്ങൾ പറ. വേണ്ട, അത് നിന്നോട് പറയാനുള്ള കാര്യമല്ല. അതെന്താ എന്നോട് പറഞ്ഞാൽ? ഞാൻ വിചാരിച്ചു നമ്മൾ നല്ല കൂട്ടുകാരാണെന്ന്. കൂട്ടുകാരൊക്കെ തന്നെയാടാ, പക്ഷെ നിന്നോട് പറയാൻ പറ്റില്ല. എന്നാൽ എന്നോട് പറ, എന്താ കാര്യമെന്ന് പറയത്താ. എടാ, അത് നിന്നോട് പറയാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്, ഇവിടെ വെച്ച് വേണ്ട, വീട്ടിൽ പോയി സംസാരിക്കാം നിസാത്ത പറഞ്ഞു. ഓക്കെ, ഞാൻ തിരിച്ചു പറഞ്ഞു. ഞാൻ റെസ്റ്റോറന്റിലെ ബില്ലെല്ലാം കൊടുത്ത ശേഷം അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോയി. വീടെത്തിയതും ഇത്ത ഡ്രസ്സ് മാറി വരാ എന്ന് പറഞ്ഞ് റൂമിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞൊരു ചുവന്ന മാക്സി ഒക്കെ ഇട്ട് പുറത്തു വന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, രാത്രി നിനക്ക് എന്താണ് കഴിക്കാൻ വേണ്ടത്? അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം, ആദ്യം എന്താ കാര്യമെന്ന് പറയത്താ.
നീ അത് വിട്ടില്ലേ ഇതുവരെ? അത് വിട്ടേക്ക് റിയാസേ. എനിക്കത് നിന്നോട് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ശരി, പറയാൻ പറ്റില്ലെങ്കിൽ ഇനി എന്നോട് മിണ്ടാൻ വരണ്ട, ഞാൻ പറഞ്ഞു. എന്താ റിയാസേ നീ ഇങ്ങനെയൊക്കെ? നിന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ പറയില്ലേ? എന്നോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളുള്ള ഒരു ഫ്രണ്ടിനെ എനിക്ക് വേണ്ട. ഇനി ഞാൻ ഒന്നും ചോദിക്കത്തുമില്ല. റിയാസെ, കഷ്ടമുണ്ട് കേട്ടോ. നിന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ പറയില്ലേ? അതെന്താ എന്നോട് പറയാൻ പറ്റാത്തത്? പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല, അത്ര തന്നെ. ശരി ശരി ശരി, ഇനി എന്നോടൊന്നും പറയാൻ വരണ്ട, ഞാൻ ഒന്നും പറയില്ല എന്നും പറഞ്ഞ് ഞാൻ മുകളിലെ റൂമിലേക്ക് പോയി. ഒന്ന് ഫ്രഷ് ആവാൻ ബാത്റൂമിൽ കയറി. ഞാൻ ഫ്രഷായി ഇറങ്ങി വന്നപ്പോൾ ഇത്ത റൂമിലുണ്ടായിരുന്നു. എന്നോട് ദേഷ്യത്തിലാണോ? നിസാത്ത ചോദിച്ചു. ഓ, എനിക്ക് ആരോടും ദേഷ്യമൊന്നും ഇല്ലത്താ. ശരി, ഞാൻ നിന്നോടെല്ലാം പറയാം, പക്ഷെ ഇക്കാര്യം വേറെ ആരും അറിയരുത്. ഇല്ല, ഉറപ്പ്. എങ്കിൽ വാ, നമുക്ക് ബാൽക്കണിയിൽ ഇരിക്കാം. നിസാത്ത അങ്ങോട്ടേക്ക് നടന്നു. ഞങ്ങൾ ബാൽക്കണിയിൽ പോയിലിരുന്നു. ഇത്ത കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഇതെങ്ങനെയാണ് നിന്നോട് പറയണമെന്ന് എനിക്ക് അറിയില്ലടാ. ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവാതിരിക്കാനുള്ള കാരണം നിന്റെ ഇക്കായാണ്. ഇക്കായ്ക്ക് കഴിവില്ല, അത് തന്നെ. ഇക്കയുടെ ഞരമ്പുകൾ തളർന്നിരിക്കുകയാണ്. ഇനി അത് ശരിയാവണമെങ്കിൽ ഒരു ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതിനാണെങ്കിൽ നിന്റെ ഇക്കായ്ക്കൊട്ട് സമ്മതവുമല്ല. അതെന്താ ഇക്കായ്ക്ക് സമ്മതമല്ലാത്തത്? ഞാൻ ചോദിച്ചു. ഇക്കായുടെ വൈകല്യം മറ്റൊരാൾ അറിയുന്നത് നാണക്കേടാണ്. എനിക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തത് കൊണ്ട് കുഴപ്പവുമില്ല. എല്ലാം എന്റെ കുഴപ്പമാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ, നിസാത്ത വളരെ വിഷമത്തോടുകൂടി പറഞ്ഞു. ഇങ്ങൾക്ക് ഇക്കായി നിർബന്ധിച്ചൂടെ ഓപ്പറേഷൻ ചെയ്യാൻ? ഞാൻ ചോദിച്ചു. ഞാൻ നിർബന്ധിച്ചിട്ടില്ല എന്നാണോ റിയാസെ നീ കരുതുന്നത്? ഇതിന്റെ പേരിൽ എന്തുമാത്രം വഴക്ക് കൂടിയിട്ടുണ്ടെന്നറിയാവോ? ഞാൻ ഇപ്പോൾ ഇക്കായുമായി സംസാരിക്കാറ് കൂടിയില്ല. നിങ്ങൾ ഇക്കാനോട് പതുക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക്. ഇവിടെ വെച്ച് ചെയ്താലല്ലേ ആരെങ്കിലും അറിയൂ. വേറെ എവിടെങ്കിലും പോയി അത് ചെയ്താൽ ആരും അറിയില്ലല്ലോ, ഞാൻ പറഞ്ഞു. ഇത് ഞാൻ പറഞ്ഞതാടാ. അപ്പോൾ ഇപ്രാവശ്യം ലീവിന് വരുമ്പോൾ നോക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്താ പ്രശ്നം? ഇക്ക വന്നാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അങ്ങനെ തീർന്നാൽ മതിയായിരുന്നു, നിസാത്ത പറഞ്ഞു. എപ്പോൾ മുതലാണ് ഇക്കായ്ക്ക് ഈ പ്രശ്നം തുടങ്ങിയത്? കല്യാണം കഴിക്കുന്നതിന് മുൻപ് മുതലേ ഇക്കായ്ക്ക് ഈ പ്രശ്നം ഉണ്ടടാ. ഞാൻ അറിഞ്ഞത് ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റിലാ. അത് ശരി, അപ്പോൾ ഇതുവരെ നിങ്ങൾ തമ്മിൽ ഒന്നും ഉണ്ടായിട്ടില്ലേ? പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ടടാ, പക്ഷെ പെട്ടെന്ന് തന്നെ ഇക്കായ്ക്ക് എല്ലാം കഴിയും. ഇത്രയൊക്കെ കേട്ടപ്പോഴേക്കും എനിക്ക് ഇത്തയോട് പാവം തോന്നി. ഇതുവരെ എന്തെന്ന് പോലും പാവം അറിഞ്ഞിട്ടില്ല. എനിക്ക് അവരോട് ഇതിനു മുൻപില്ലാത്ത ഒരുതരം സ്നേഹം തോന്നി. ഇത്ത എന്നുള്ളതിന് പകരം അവരെ ഒരു പെണ്ണായി കാണാൻ തുടങ്ങി. ആദ്യമായി ഞാൻ അവരെ വേറെ രീതിയിൽ നോക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ എനിക്ക് അവരോട് എന്തെന്നില്ലാത്ത ഒരു അനുകമ്പ, ഒരു സ്നേഹം തോന്നി തുടങ്ങി. പെട്ടെന്ന് എന്റെ ചിന്തയിൽ നിന്ന് ഉണർത്തിക്കൊണ്ട് ഇത്തായുടെ ചോദ്യം, നീ എന്താടാ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ? ഞാൻ ഇങ്ങടെ കാര്യം ആലോചിക്കുകയായിരുന്നു. കല്യാണം കഴിഞ്ഞ് 3-4 കൊല്ലമായിട്ടും കാര്യങ്ങൾ എന്തെന്ന് പോലും നിങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ. ഓ, അതല്ല എന്റെ വിധിയാടാ റിയാസെ. ഇക്ക ഇടയ്ക്ക് ചെയ്യാൻ നോക്കുമ്പോൾ എന്റെ ഒന്ന് ഉണർന്നു വരുമ്പോഴേക്കും ഇക്കാക്ക തളരും. പിന്നെ എനിക്കതൊരു ശീലമായി. സാരമില്ലിത്ത, എല്ലാം ശരിയാവും. എനിക്ക് കിട്ടിയില്ലേലും കുഴപ്പമില്ല റിയാസെ. പക്ഷെ ഈ ബന്ധുക്കളുടെ കുറ്റം പറച്ചിൽ നിർത്താൻ എനിക്കൊരു കുഞ്ഞിനെ വേണം. അത് മാത്രം മതി എനിക്ക്. എല്ലാം ശരിയാവുത്ത, ഞാൻ പറഞ്ഞു. അങ്ങനെ അന്ന് കുറച്ചു നേരം സംസാരിച്ചിരുന്ന് ഞങ്ങൾ ഭക്ഷണം തയ്യാറാക്കാൻ തുടങ്ങി. ഞാൻ ഇത്തായെ സഹായിക്കാൻ കൂടെ കൂടി. അതിന്റെ ഇടയിൽ ഇക്ക വിളിച്ചു. ഇത്ത ഹോസ്പിറ്റലിൽ ഉണ്ടായ കാര്യങ്ങൾ എല്ലാം പറഞ്ഞു. കുറെ നേരം തർക്കിച്ചു, ഫോൺ വെച്ചു. ഇപ്രാവശ്യം വരുമ്പോൾ എന്തായാലും ഓപ്പറേഷൻ ചെയ്യാം എന്ന് ഇക്ക സമ്മതിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഭക്ഷണം കഴിച്ചു ഇത്ത കിടക്കാൻ പോയി. എനിക്കാണെങ്കിൽ കിടന്നിട്ട് ഉറക്കവും വരുന്നില്ല. മനസ്സിൽ മൊത്തം ഇത്ത ആയിരുന്നു. അവർക്ക് ഇതുവരെ കിട്ടാത്തത് ഞാൻ നൽകും എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു. ഞാൻ രണ്ടും കൽപ്പിച്ച് എണീറ്റ് പോയി ഇത്തയുടെ റൂമിന്റെ വാതിൽ തട്ടി. കുറച്ചു കഴിഞ്ഞപ്പോ ഇത്ത വന്ന് വാതിൽ തുറന്നു. എന്താ റിയാസ ഈ നേരത്ത്? എന്തു പറ്റി? ഞാൻ ഇത്തായോട് കാര്യം പറഞ്ഞു. എന്താ റിയാസ നീ പറയുന്നേ? എന്താ നീ കാണിക്കുന്നേ? ഇത് തെറ്റാണ്. ഞാൻ നിന്റെ ഇത്താത്തയാണ്. ഇത്താ പ്ലീസ്, നിങ്ങൾ തടയരുത്. ഇതുവരെ നിങ്ങൾക്ക് കിട്ടാതിരുന്ന എല്ലാം ഞാൻ നിങ്ങൾക്ക് തരാം. ഇല്ല റിയാസെ, ഞാൻ അതിന് സമ്മതിക്കില്ല. ആരെങ്കിലും അറിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ആരും അറിയില്ലിത്ത, പ്ലീസ്. എന്നാൽ സത്യം ചെയ്. സത്യം, സത്യം, സത്യം. ഞാൻ അങ്ങനെ 3 വട്ടം സത്യം ചെയ്തു. ഇത്തായിക്ക് എന്നെ വളരെ വിശ്വാസമായി. അങ്ങനെ ഇത്തായിക്ക് കിട്ടാത്തതൊക്കെ ഞാൻ അന്ന് പലിശ സഹിതം നൽകി. ഇത്തായുടെ മുഖത്തും മുന്നിലും പിന്നിലും എല്ലാം സുഖത്തിന്റെ വിത്തുകൾ പാകി.
ഇത്ത സ്വർഗരാജ്യത്ത് പാറി പറന്നു നടന്നു. അവസാനം എല്ലാം കഴിഞ്ഞപ്പോൾ രണ്ടുപേരും തളർന്ന് പരസ്പരം നോക്കി ചിരിച്ചു. എന്നിട്ട് ഇത്ത പറഞ്ഞു, ഞാൻ എത്രയോ കാലമായി ആഗ്രഹിച്ചിരുന്ന മോഹമാണ് ഇന്ന് സഫലമായത്. എനിക്ക് സന്തോഷമായി. ഇതും പറഞ്ഞ് ഇത്ത എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയി.